Hi guys, welcome to Wings Academy online classes. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഈ വീഡിയോ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അധികം ലാഗ് അടിപ്പിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എത്രാമത്തെ ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്? നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ തെർമോഡൈനാമിക്സ്. അപ്പൊ അതില് കോൺസെപ്റ്റ് മനസ്സിലായാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിന്റെ പകുതി നമ്മൾക്ക് എടുക്കാം. ബിക്കോസ് ഈ ചാപ്റ്റർ അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഇന്ന് പകുതി എടുക്കാം, പകുതി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് മിസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ഓക്കെ, തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് സിസ്റ്റവും അതേപോലെ തന്നെ സറൗണ്ടിങ്. ഓക്കെ, ഏറ്റവും തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ അതിന്റെ ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സിസ്റ്റവും അതേപോലെ തന്നെ സറൗണ്ടിങ്. ഓക്കെ, അപ്പൊ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പൊ മിസ് ഒരു ചായ എടുത്തു. ഓക്കെ, അപ്പൊ എനിക്ക് ആ ചായനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഞാനൊരു ചായ എടുത്തു, എനിക്ക് ആ ഒരു ചായനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യം, ഓക്കെ, എനിക്ക് ആ ചായനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്, അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി എത്ര, അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. അപ്പൊ എനിക്ക് ആ ചായനെ കുറിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യത്തെ, ദാറ്റ് മീൻസ് ദ പാർട്ട് അണ്ടർ ഒബ്സർവേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിസ്റ്റം എന്ന് പറയാ. എന്ത് പറയാ? സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് സിസ്റ്റം എന്ന് പറയുന്നത്? എന്താണ് സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പാർട്ട് അണ്ടർ ഒബ്സർവേഷൻ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി പാർട്ട് അണ്ടർ ഒബ്സർവേഷൻ. സെറ്റ് ആണോ? സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പാർട്ട് അണ്ടർ ഒബ്സർവേഷൻ. ഓക്കെ, അപ്പൊ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഫുള്ളും എന്താണ്, ഹീറ്റ് അതുപോലെ തന്നെ എൻതാൽപ്പി, അതേപോലെ തന്നെ ഈ ഹീറ്റും എൻതാൽപ്പിയും തമ്മിലുള്ള റിയാക്ഷൻസ്, ഫുൾ ഓഫ് ഹീറ്റ് എൻതാൽപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് നമ്മൾ എന്ത് പറയാ, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ തെർമോഡൈനാമിക്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട രണ്ട് ടോപ്പിക്കാണ്. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂടാ, ബാക്കി ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് സിസ്റ്റം എന്താണെന്നുള്ളത്. നമ്മൾ എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, നമ്മളിപ്പോ ഒരു സാധനം ഒബ്സർവ് ചെയ്തിട്ട് അതിനെ കുറിച്ച് പഠിക്കുകയാണ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദ പാർട്ട് അണ്ടർ ഒബ്സർവേഷൻ ഈസ് നോൺ ആസ് എന്തെന്ന് പറയാം, സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ദ പാർട്ട് അണ്ടർ ഒബ്സർവേഷൻ ഈസ് നോൺ ആസ് സിസ്റ്റം. സെറ്റ് ആണോ? പഠിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ദ പാർട്ട് അണ്ടർ ഒബ്സർവേഷൻ ഈസ് നോൺ ആസ് സിസ്റ്റം. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ ഒരു ചായനെ കുറിച്ച് പഠിക്കുകയാണ്, ആ ചായനെ മാറ്റി നിർത്തി ബാക്കി എല്ലാരും എന്താണ്, സറൗണ്ടിങ് ആണ്. ഓക്കെ, ആ ചായനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയ എന്താണെടാ, സറൗണ്ടിങ്ങിൽ പെട്ട സംഭവമാണ്. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആണോ? അപ്പൊ സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത് അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുക. സറൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞാൻ പഠിക്കുന്ന കാര്യം മാറ്റി നിർത്തി ബാക്കി എല്ലാം എന്തിൽ പെട്ടതായിരിക്കും, സറൗണ്ടിങ്ങിൽ പെട്ടതായിരിക്കും. സെറ്റ് ആണോ? ഇനി അടുത്ത നോക്കിയേ, ബൗണ്ടറി എന്ന് പറയുന്നത് എന്താ? ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ ഒരു ചായ എടുത്തു, ഞാൻ ആ ചായനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ബാക്കി ആ ചായ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും എന്തായിരിക്കും ഇവിടെ സറൗണ്ടിങ് ആയിരിക്കും. ഓക്കെ, ഈ ചായനെയും ഈ സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ആ ചായ ക്ലാസ് അല്ലേ? അങ്ങനെ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആളെയാണ് എന്ത് പറയാ, ബൗണ്ടറീസ് എന്ന് പറയാം. എന്ത് പറയാ? ബൗണ്ടറീസ് എന്ന് പറയാം. സെറ്റ് ആണോ? അപ്പൊ ബൗണ്ടറി എന്താണെന്ന് പഠിച്ചു, സറൗണ്ടിങ് എന്താണെന്ന് പഠിച്ചു, സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. സിസ്റ്റം എന്ന് പറയുന്നത് ദ പാർട്ട് അണ്ടർ ഒബ്സർവേഷൻ ഈസ് നോൺ ആസ് സിസ്റ്റം. ഓക്കെ, ആൻഡ് ഓൾസോ സറൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, പാർട്ട് അതർ ദാൻ ദി സിസ്റ്റം ഈസ് നോൺ ആസ് സറൗണ്ടിങ്. ഓക്കെ, ആൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ സറൗണ്ടിങ് ആൻഡ് സിസ്റ്റം. അത് ചിലപ്പോൾ റിയൽ ആവാം, അല്ലെങ്കിൽ എന്താവാം, ഇമാജിനറി ആവാം. സെറ്റ് ആണോ? ഓക്കെ, ഇനി ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് യൂണിവേഴ്സ്. ഓക്കെ, സിസ്റ്റത്തിനെയും സറൗണ്ടിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഇത്രയൊക്കെ. ഏതൊക്കെയാണ്? സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, സറൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ തന്നെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് എന്താണ്. അപ്പൊ ഇത്രയും സെറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അപ്പൊ ഇത് നമ്മുടെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഓൾസോ നമ്മൾ ചായ വെച്ച് തന്നെയാണ് നമ്മുടെ എക്സാമ്പിൾസ് ഒക്കെ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് ഓപ്പൺ സിസ്റ്റം, എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം. അതേപോലെ തന്നെ ഒരു സിസ്റ്റം കൂടി ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം കൂടി ഉണ്ട് കേട്ടോ. ഒരു സിസ്റ്റം കൂടി ഉണ്ടടാ, ഐസൊലേറ്റഡ് സിസ്റ്റം കൂടി ഉണ്ട്.
ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കാം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ മിസ് ഇപ്പൊ ഒരു ചായ എടുത്തു. ഓക്കെ, ആ ചായ എടുത്തു കഴിഞ്ഞപ്പോ ചായ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ചായയുടെ ചൂട് മാറും. അതേപോലെ തന്നെ വല്ല സാധാ വല്ല ഇൻസെക്റ്റ് ഒക്കെ അതിൽ കൂടെ പാറി പറന്ന് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമ്മുടെ ഈ ചായയിലോട്ട് വന്ന് വീഴാം, അല്ലെ? അപ്പൊ അവിടെ എന്താ സംഭവിച്ചേ? എനർജി എക്സ്ചേഞ്ചും ആയി, അതേപോലെ തന്നെ വേറെ മാറ്റേഴ്സും എന്ത് ചെയ്ത് എക്സ്ചേഞ്ച് ആയി, അല്ലെ? വേറെ കുറച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ വേണമെങ്കിൽ ചായയിൽ വന്ന് വീണൂടെ? അപ്പൊ അവിടെ എനർജിയും എക്സ്ചേഞ്ച് ആയി, അതേപോലെ തന്നെ മാറ്ററും എക്സ്ചേഞ്ച് ആയി, അല്ലെ? രണ്ടും എക്സ്ചേഞ്ച് ആയി കഴിഞ്ഞു ആ ഒരു സിസ്റ്റത്തിൽ. ഓക്കെ, അങ്ങനെ സിസ്റ്റം മാറ്ററിനെയും അതേപോലെ തന്നെ എനർജിയെയും ചേഞ്ച് ആക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. എന്ത് പറയാ? ഓപ്പൺ സിസ്റ്റം എന്ന് പറയാ. ദി സിസ്റ്റം ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ. ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പൺ സിസ്റ്റം. ഓക്കെ, സെറ്റ് ആണോ? രണ്ടിനെയും ഒരു സിസ്റ്റത്തിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതേസമയം ക്ലോസ്ഡ് സിസ്റ്റം എന്ന് നോക്കിയേ, ക്ലോസ് സിസ്റ്റം എന്താ നോക്കിയേ. ഇപ്പൊ ഞാൻ ആ ചായ എടുത്തത് ഒന്ന് മൂടി വെച്ചു. മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? പാറ്റയും വലിയ പഴുതാര, പാറ്റ വലിയ പഴുതാര ഇല്ല, സാധാ ഇൻസെക്ട് ഒക്കെ അവിടെ ഒന്ന് വീഴോ? ഇല്ല, സാധാ ഇൻസെക്റ്റിനൊന്നും അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, വീഴാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനും അവിടേക്ക് വീഴാനായിട്ട് പറ്റില്ല, അല്ലെ? അപ്പൊ മാറ്റർ അവിടെ എക്സ്ചേഞ്ച് ആവുന്നില്ല, പകരം അവിടെ ആര് എക്സ്ചേഞ്ച് ആവുന്നുണ്ടാ? എനർജി എക്സ്ചേഞ്ച് ആവുന്നുണ്ട്, അല്ലെ? ചായ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ചൂടാറിപ്പോവും, അല്ലെ? അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി എക്സ്ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ എന്ത് എക്സ്ചേഞ്ച് ആവുന്നില്ല? മാറ്റർ എക്സ്ചേഞ്ച് ആവുന്നില്ല. ആര് എക്സ്ചേഞ്ച് ആവുന്നില്ലാടാ? മാറ്റർ എക്സ്ചേഞ്ച് ആവുന്നില്ല, പക്ഷെ അവിടെ ആര് എക്സ്ചേഞ്ച് ആവുന്നുണ്ട്? എനർജി എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെ മാറ്റർ എക്സ്ചേഞ്ച് ആവുന്നില്ല, എനർജി എക്സ്ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. കിട്ടിയോ? അപ്പൊ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് എനർജിയും എക്സ്ചേഞ്ച് ആവും, അതേപോലെ തന്നെ എന്ത് എക്സ്ചേഞ്ച് ആവും? മാറ്ററും എക്സ്ചേഞ്ച് ആവും. ക്ലോസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എനർജി മാത്രമേ എക്സ്ചേഞ്ച് ആവുള്ളൂ, മാറ്റർ എക്സ്ചേഞ്ച് ആവത്തില്ല. അപ്പൊ ഐസൊലേറ്റഡ് സിസ്റ്റം എന്തായിരിക്കും? എനർജിയും എക്സ്ചേഞ്ച് ആവൂല, അതേപോലെ തന്നെ ആര് എക്സ്ചേഞ്ച് ആവൂല? എനർജി ആൻഡ് മാറ്റർ ഈസ് നോട്ട് എക്സ്ചേഞ്ച്, അല്ലെ? രണ്ടുപേരും എന്ത് ചെയ്യില്ല? എക്സ്ചേഞ്ച് ആവില്ല. അതിനെയാണ് എന്ത് പറയാ? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പോ ഒരു ഫ്ലാസ്കിൽ ചായ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിന് ചൂടാറിപ്പോ? ഇല്ല. ഫ്ലാസ്ക് മൂടിയല്ലേ നമ്മൾ വെക്കുക. അപ്പൊ വല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിന്റെ ഉള്ളിൽ വന്ന് കിടക്കോ? ഇല്ല. അപ്പൊ അതെന്തിന് എക്സാമ്പിൾ ആണ്? ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എനർജിയും അതുപോലെ തന്നെ മാറ്ററും എക്സ്ചേഞ്ച് ആവും. ഓക്കെ, ക്ലോസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? മാറ്റർ എക്സ്ചേഞ്ച് ആവില്ല, പക്ഷെ അവിടെ എനർജി എക്സ്ചേഞ്ച് ആവും. അതേസമയം ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എനർജിയും എക്സ്ചേഞ്ച് ആവില്ല, അതേപോലെ തന്നെ മാറ്ററും എക്സ്ചേഞ്ച് ആവില്ല. സെറ്റ് ആണോ? ഇതാണ് തെർമോഡൈനാമിക്സിലെ 3 സിസ്റ്റം. ഒന്നാമത്തതാണ് ഓപ്പൺ സിസ്റ്റം, രണ്ടാമത്തതാണ് ക്ലോസ്ഡ് സിസ്റ്റം, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, പിന്നെ സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ ചാപ്റ്ററിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. കാരണം വെച്ചാല് ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സാധനം എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇതുപോലെ തന്നെ കുറച്ച് എക്സ്റ്റെൻസീവ്, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് അറിയാന്നുണ്ടെങ്കിൽ മാത്രമേ തെർമോഡൈനാമിക്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് മിസ് ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്നാണ് അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒരു സിസ്റ്റത്തില് എത്രത്തോളം മാറ്റർ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഓക്കെ, ഒരു സിസ്റ്റത്തില് എത്രത്തോളം മാറ്റർ അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ വോളിയം എടുത്തു. വോളിയം എന്ന് പറയുമ്പോ ഇത്രയും സ്പേസിൽ വോളിയത്തിൽ ഇത്രയും അരി കൊണ്ട് ഞാൻ വെച്ചേക്കാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ വോളിയം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്? മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്, അല്ലെ? ആ വോളിയത്തിലുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിപ്പെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ദി സിസ്റ്റം, അല്ലെ? അപ്പൊ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്?
ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം മാറ്റർ പ്രസന്റ് ചെയ്യുന്നുണ്ടോ ആ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത് വോളിയം, മാസ്, ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി നമ്മളിപ്പോ പഠിക്കും, എൻതാൽപ്പി നമ്മളിപ്പോ പഠിക്കും, എൻട്രോപ്പി, ഗിബ്സ് എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇതെല്ലാം. ഓക്കെ, ഇനി അപ്പോ നിങ്ങൾ തന്നെ പറയാം ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നേരെ തലയിരിച്ചായിരിക്കും അല്ലെ. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? അപ്പൊ ഇൻഡിപെൻഡന്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം അല്ലെ. ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം മാറ്റർ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരെയായിരിക്കും നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റുക. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം മാറ്റർ ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാ. ആൻഡ് ഓൾസോ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം മാറ്റർ ഉണ്ടോ അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാ. അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് നോക്കിയേ? ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളടുത്ത് ഓരോ എക്സാമ്പിൾ വന്നിട്ട് എക്സാമിൽ നിങ്ങളടുത്ത് ചോദിക്കും ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ ക്ലാസിഫൈ ദം ഇൻടു ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഴുതണമെന്നുണ്ടെങ്കിൽ ഈ എക്സാമ്പിൾസ് ഒക്കെ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ 3 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കളയാൻ പാടുണ്ടായില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്റെ മക്കള്? എക്സാമ്പിൾസ് എല്ലാം നല്ലോണം അറിഞ്ഞിരിക്കണം. ഓക്കെ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പഠിച്ചു. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാ. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? എത്രത്തോളം എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ടോ അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരെയാണ് എന്ത് പറയാ? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാ. ഓക്കെ, സെറ്റ് ആണോ? ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും കേട്ടോ. സ്റ്റേറ്റ് ഫംഗ്ഷനും അതേപോലെ തന്നെ പാത്ത് ഫംഗ്ഷനും ആണ് അടുത്തത് പഠിക്കാനായിട്ടുള്ളത്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇന്റൻസീവ് പ്രോപ്പർട്ടിയും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട 2 കാര്യങ്ങളാണ് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. ഓക്കെ, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോക്കാട്ടോ. അപ്പൊ നോക്കാം, അപ്പു എന്ന് പറയുന്ന ഒരാള്, ഓക്കെ, അപ്പു എന്ന് പറയുന്ന ഒരാൾക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ പോണം. ഓക്കെ, അപ്പോ അപ്പുവിന്റെ അമ്മ ചോദിച്ചു, അപ്പു എന്ന് പറയുന്ന ഒരാള് കിച്ചുവിന്റെ വീട്ടിലാണ് പോയത്. ഓക്കെ, അപ്പൊ അപ്പു എന്ന് പറയുന്ന ആള് കിച്ചുവിന്റെ വീട്ടിൽ പോയി. അപ്പോ നമ്മൾ അപ്പു കിച്ചുവിന്റെ വീട്ടിലെത്തിയപ്പോ കിച്ചുവിന്റെ അമ്മ ചോദിച്ചു, മോൻ എങ്ങനെയാ വന്നേന്ന് ചോദിച്ചു. അപ്പോ എന്താ പറ്റി? നമ്മുടെ അപ്പു പറഞ്ഞു, അമ്മ ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നു അല്ലെ, ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നു അമ്മ, അങ്ങനെ പറഞ്ഞു. ഓക്കെ, അതേസമയം അപ്പു പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് ഒരു റോഡ് ഉണ്ടായിരുന്നു, ആ റോഡ് കഴിഞ്ഞൊരു പുഴ ഉണ്ടായിരുന്നു, ആ പുഴ കഴിഞ്ഞൊരു മല ഉണ്ടായിരുന്നു, ഈ മലയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അതും ഞാൻ നടന്നാണ് വന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്തു? അപ്പു പറഞ്ഞു, ഞാൻ വെറുതെ എന്താണ് സാധാരണ ഇവിടെ കിച്ചന്റെ വീട്ടിൽ ഇവിടെ എത്തി അങ്ങനെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ എന്ന് പറഞ്ഞപ്പോ ആലോചിച്ച് നോക്കിയടാ, ഇവിടെ അതിന്റെ പാത്തിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടാ? ഇല്ല അല്ലെ, പാത്തിനെ എന്ത് ചെയ്യുന്നില്ല അവര്? ഡിനോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ പാത്തിനെ അവിടെ ഡിനോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. Okay, a function or a property that depends only on the initial and final state of a system, not on the path followed. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും മാത്രമാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ, അത് മാത്രമാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയാ. അവിടെ നമ്മൾ എത്രത്തോളം സഞ്ചരിച്ചു എന്നതിന്റെ പാത്തിനെ എന്ത് ചെയ്യുന്നില്ല? ഡിനോട്ട് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സെറ്റ് ആണോ? ഇനി അതേസമയം പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ, അപ്പു പറയാണ് ഇവിടുത്തെ പുഴയും മലയും കാടും കുന്നും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചുവിന്റെ വീട്ടിൽ എത്തിയതെന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കിയേ. അവിടുത്തെ വഴിയേയും എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പു ഡിനോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അവിടുത്തെ വഴിയെയും ഡിനോട്ട് ചെയ്തു, അതേപോലെ തന്നെ ഇനീഷ്യൽ ഫംഗ്ഷനെയും അതേപോലെ തന്നെ ലാസ്റ്റത്തെ ഫംഗ്ഷനെയും ഇനീഷ്യൽ സ്റ്റേറ്റിനെയും അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഡിനോട്ട് ചെയ്തു, ഫൈനൽ സ്റ്റേറ്റിനെയും ഡിനോട്ട് ചെയ്തു,
പാത്ത് ഫോളോഡ് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും പാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ, പാത്ത് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, പാത്ത് ഫംഗ്ഷൻ ആകെ രണ്ടെണ്ണം ഉള്ളൂ, അതാണ് ഹീറ്റും വർക്കും. ഹീറ്റും വർക്കും എന്ത് ചെയ്യണം അവന്റെ മക്കളെ, എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഹീറ്റും വർക്കും കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാണ് സ്റ്റേറ്റ് ഫംഗ്ഷനെയും പാത്ത് ഫംഗ്ഷനെയും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹീറ്റും വർക്കും എന്താണെന്ന് അറിയാം, പാത്ത് ഫംഗ്ഷൻ ആണെന്ന് അറിയാം നമുക്ക് അല്ലെ. അപ്പൊ അത് മാത്രം നമുക്ക് പാത്ത് ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കി എല്ലാത്തിനും എവിടേക്ക് എഴുതാൻ പറ്റും, നമുക്ക് സ്റ്റേറ്റ് ഫംഗ്ഷനിലോട്ട് എഴുതാനായിട്ട് പറ്റും. സെറ്റ് ആണോ? അപ്പൊ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. അതേസമയം പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും പാത്ത് ഫോളോഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയാ. പാത്ത് ഫംഗ്ഷൻ എക്സാമ്പിൾ ഓർത്ത് വെക്കുക, ഹീറ്റും വർക്കും ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷന്റെ ബാക്കി എല്ലാനും എന്താണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സെറ്റ് ആണോ? ഓക്കെ, അടുത്തതിലോട്ട് പോവാ. ഇന്റേണൽ എനർജി ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് കേട്ടോ. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് വായിച്ചു നോക്കിയടാ. ഇറ്റ് ഈസ് ദ സം ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആസ് എനർജീസ് ലൈക്ക് മോളിക്യുലാർ എനർജീസ് എന്നാണ് കേട്ടോ. മോളിക്യുലാർ എനർജീസ്, മോളിക്യുലാർ എനർജീസ്, molecular energies like translational kinetic energy, rotational kinetic energy, vibrational kinetic energy, electronic energy, nuclear energy, etc. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മോളിക്യൂൾസിൽ പല പല തരത്തിലുള്ള എനർജീസ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാ ഉള്ളത്, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ കൈനറ്റിക് എനർജി, അങ്ങനെ ന്യൂക്ലിയർ എനർജി, അങ്ങനെ പല പല എനർജീസ് എവിടെ ഉണ്ട്, ഒരു മോളിക്യൂൾസിലുണ്ട്. ഓക്കെ, അപ്പൊ ആ എല്ലാത്തിന്റെയും എനർജിയുടെ, ആ എല്ലാ എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇന്റേണൽ എനർജി എന്ന് പറയാ. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് യു എന്ന് പറയുന്നത്. അപ്പൊ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യുലർ എനർജി എന്ന് പറഞ്ഞാൽ മതി എന്റെ മക്കള്. എന്താണ്, സം ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യുലർ എനർജി. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ യു ആണ്. അതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ ആണ്. എന്താണ് യൂണിറ്റ്, കിലോ ജൂൾ പെർ മോൾ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാം? ഹൗ ക്യാൻ വി ചേഞ്ച് the internal energy of a system? രണ്ട് വഴിയാണുള്ളത്. ഒരെണ്ണം നമുക്ക് ഹീറ്റ് കൊടുത്തുകൊണ്ടും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്തുകൊണ്ടും ഒരു സിസ്റ്റത്തിലെ ഇന്റേണൽ എനർജി നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിസ്റ്റത്തിലെ ഇന്റേണൽ എനർജി നമുക്ക് രണ്ട് രീതിയിൽ ചേഞ്ച് ചെയ്യാം. എങ്ങനെയാണ്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ആ സിസ്റ്റത്തിലോട്ട് വർക്ക് ചെയ്തുകൊണ്ടും. ബൈ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആൻഡ് ബൈ ഡൂയിങ് വർക്ക്. ഓക്കെ, രണ്ട് പോയിന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാടാ, ബൈ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആൻഡ് ബൈ ഡൂയിങ് വർക്ക്. ഈ പോർഷൻ സെറ്റ് ആയോ? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് മോളിക്കുലാർ എനർജിയുടെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്കുലാർ എനർജീസിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇന്റേണൽ എനർജി എന്ന് പറയുക. ഒന്നാമത്തെ പോയിന്റ്, അതിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് യു ആണ്. അതേപോലെ തന്നെ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, ഇനി എങ്ങനെ നമുക്കൊരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാം എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു, ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആൻഡ് ബൈ ഡൂയിങ് വർക്ക്. ഓക്കെ, ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ ആ സിസ്റ്റത്തിലോട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താ ഫസ്റ്റ് ലോ ഓഫ് thermodynamics. And equation ആണ് delta U equal to Q plus W. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. കുറെ പ്രോബ്ലംസ് ഉണ്ടാവുന്ന ഇക്വേഷൻ ആണ്. സിമ്പിൾ ആണ് ഈ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നോക്കാം. വെരി വെരി എളുപ്പമാണ് അല്ലെ, വെരി വെരി സിമ്പിൾ ആണ്. എന്താണ്, എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ക്രിയേറ്റ് ചെയ്യാനും പറ്റൂല, അതേപോലെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടും പറ്റൂല അല്ലെ. അതെന്തായിരിക്കും, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡെൽറ്റ യു
equal to Q plus W. Okay, അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ് ഈ ഒരു ലോ. എന്താണ്? എനർജി can be created, neither be destroyed. It is always be constant. അല്ലെ? എന്താണ് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. എന്നാണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. സെറ്റ് ആണോ? സെറ്റ് ആണോ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചാൽ എന്ത് ചെയ്തു? It states that energy can neither be created nor be destroyed. Okay, and also എന്താണ്? Total energy in the universe is always a constant. Mathematically എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? delta U equal to Q plus W. delta U equal to Q plus W. സെറ്റ് ആണോ? ഇനി ഇത് അറിഞ്ഞിരിക്കണോളാ മക്കളെ നിങ്ങൾ. കാരണം വെച്ചാലേ നമ്മുടെ അടുത്ത പ്രോബ്ലത്തില് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത്. കാരണം നമ്മുടെ അടുത്ത് ഇപ്പൊ പ്രോബ്ലം തരയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് ആ പ്രോബ്ലത്തിൽ അത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പൊ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒന്നും പോയിട്ടില്ല അല്ലെ, ഹീറ്റ് ഇങ്ങനെ വലിച്ചെടുക്കാണ്. വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ ഹീറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ എന്നും പറഞ്ഞിട്ടാണ്. അപ്പൊ ക്യൂ എന്തായിരിക്കും? അവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതേസമയം ആ സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതേസമയം എന്താണ്? ആ സിസ്റ്റം ഹീറ്റിനെ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, അത് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഹീറ്റ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. സെറ്റ് ആണോ? സെറ്റ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, work done on the system. Okay, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ കുറെ വർക്ക് ചെയ്യാണ്, എന്റെ നിന്ന് കുറെ എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ എനിക്ക് നെഗറ്റീവ് ചാർജ് ആണ്, എന്റെ എനർജി എല്ലാം പോയി. ഓക്കെ, ഞാൻ ഭയങ്കര വീക്കായി, ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡബ്ല്യു എന്തായിരിക്കും അവിടെ? നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ഇപ്പൊ എന്റെ അമ്മ എനിക്ക് കുളിപ്പിച്ച് തരുമെന്ന് വിചാരിക്കുക, ഞാൻ ഒരു വർക്ക് എടുക്കുന്നില്ല, ഞാൻ വെറുതെ അവിടെ കുത്തിരിക്കുകയാണ്. എന്റെ അമ്മയാണ് എന്റെ മേലെ എല്ലാ ജോലിയും ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു എനർജി അവിടെ പോകുന്നില്ല അല്ലെ. അപ്പൊ എന്റെ ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ. എന്റെ ഒരു എനർജിയും പോയിട്ടില്ല, അപ്പൊ എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഹീറ്റ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഒരു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം, വലിച്ചെടുക്കുന്നു, നമ്മുടെ ഇതൊന്നും പോകുന്നില്ല, പോസിറ്റീവ് ആണ്. ഹീറ്റ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതെല്ലാവരും പോയി, അപ്പൊ നെഗറ്റീവ് ആണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, ഞാൻ ഒരു പണി എടുക്കുന്നില്ല, പോസിറ്റീവ് ആണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്റെ നല്ല എനർജിയും പോയി, അപ്പൊ നെഗറ്റീവ് ആണ്. ഓക്കെ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഓക്കെ, ഇനി ഇവിടെ നോക്കിയടാ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നോക്കാം, in a process 701 joule of heat is absorbed by a system and 314 joule of work is done by the system. The change in internal energy for the process is. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പ്രോസസ്സ് നടന്നപ്പോൾ ഒരു സിസ്റ്റത്തില് 701 ജൂൾ ഓഫ് ഹീറ്റ് അബ്സോർബും ചെയ്തു. അതേപോലെ തന്നെ ഈ 701 ജൂൾ ഓഫ് ഹീറ്റ് വലിച്ചെടുത്തിട്ട് 314 ജൂളിന് ആ സിസ്റ്റം വർക്കും ചെയ്തു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കപ്പോ ഇന്റേണൽ എനർജി ഇക്വേഷൻ എഴുതി കൊടുക്കാം. എന്താ ഇന്റേണൽ എനർജി ഇക്വേഷൻ? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പൊ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് അല്ലെ. അപ്പൊ ക്യൂ എന്ന് പറഞ്ഞ ഇവിടെ ആരാ നോക്കിയേ? പ്രോസസ് 701 joule of heat is absorbed by the system. ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്താവശ്യമുണ്ട്? ഈ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റത്തിന്റെയും ഹീറ്റ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റത്തിന്റെയും ഒക്കെ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ ആലോചിക്കുക, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആകുമ്പോൾ പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പൊ 701 നമ്മൾ എന്ത് ചാർജ് കൊടുക്കും? പോസിറ്റീവ് 701 എന്ന് കൊടുക്കും അല്ലെ. പ്ലസ് ഡബ്ല്യു എന്ന് പറയുമ്പോ നോക്ക്, വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. സിസ്റ്റം ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്, സിസ്റ്റത്തിലോട്ടല്ല വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചാർജ് ആയിരിക്കും? അവിടെ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും വരാ? -314 ആയിരിക്കും വരാ അല്ലെ. അല്ലെ, അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? കിലോ ജൂൾ പെർ മോൾ ആണ് ഇതിന്റെ വാല്യൂ. സോറി, ഇതിന്റെ യൂണിറ്റ് ആ യൂണിറ്റിൽ അങ്ങോട്ട് എഴുതാം. സെറ്റാണോ? സെറ്റാണോ? അതാണ് ഞാൻ പറഞ്ഞത്. പ്രോബ്ലത്തിൽ എന്തിന്റെ ആവശ്യമുണ്ട്?
സിമ്പിൾസിന്റെ ആവശ്യമുണ്ട്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിന്റെ സിമ്പിൾസിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇത് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ചോദ്യം ഒന്നും കൂടെ നോക്കാം. 701 ജൂൾ ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് 314 ജൂളിന് സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇന്റേണൽ എനർജി ചേഞ്ച് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇന്റേണൽ എനർജി ചേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ യു ഇക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് എന്ത് കൊടുത്തു? -314 കൊടുത്തു. ഓക്കെ, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണ് ഇവിടെ, അതുകൊണ്ട് അതിന് പോസിറ്റീവ് ചാർജും കൊടുത്തു. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പ്രോസസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. തെർമോഡൈനാമിക് പ്രോസസ് ആണ്. 5 തെർമോഡൈനാമിക് പ്രോസസ് ഉണ്ടടാ. ഒന്നാമത്തേതാണ് ഐസോതെർമൽ പ്രോസസ്. എന്താണ്? ഐസോതെർമൽ പ്രോസസ്. രണ്ടാമത്തേത് ഐസോബാറിക് പ്രോസസ്. എന്താണ്? ഐസോബാറിക് പ്രോസസ്. മൂന്നാമത്തേത് ഐസോകോറിക് പ്രോസസ്. നാലാമത്തേത് അഡിയാബാറ്റിക് പ്രോസസ്. അഞ്ചാമത്തെ ഒരു പ്രോസസ്സും കൂടി ഉണ്ട്, അതാണ് സൈക്ലിക് പ്രോസസ്. ഓക്കെ, ഒന്നാമത്തെ പ്രോസസ് ആണ് ഐസോതെർമൽ പ്രോസസ്. എന്താണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്? വായിച്ചോക്കെ. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് occurs at constant temperature. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയാം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നടക്കുന്ന ഓരോ പ്രോസസ്സിനെയും നമ്മൾ എന്ത് പറയും? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയും. സെറ്റ് ആണോ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നടക്കുന്ന എല്ലാ പ്രോസസ്സിനെയും നമ്മൾ എന്ത് പറയണം? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് ഒരു പ്രോസസ് നടക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഐസോബാറിക് പ്രോസസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ ഐസോതെർമൽ ആണെന്നുണ്ടെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ ഐസോബാറിക് എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലോടാ അതിനെ ഐസോകോറിക് പ്രോസസ് എന്ന് പറയും. എന്ത് പറയും? ഐസോകോറിക് പ്രോസസ് എന്ന് പറയും. ഓക്കെ, ഇനി അഡിയാബാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ. അഡിയാബാറ്റിക് പേര് കേൾക്കുമ്പോ തന്നെ വേണം അവിടെ എന്തായിരിക്കും കോൺസ്റ്റന്റ്? ഹീറ്റ് എനർജി ആയിരിക്കും കോൺസ്റ്റന്റ്. എന്തായിരിക്കും കോൺസ്റ്റന്റ്? ഹീറ്റ് എനർജി ആയിരിക്കും കോൺസ്റ്റന്റ്. ഹീറ്റ് എനർജി കോൺസ്റ്റന്റ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് വരുന്നുമില്ല, ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പോകുന്നുമില്ല. ഓക്കെ, അപ്പൊ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് എനർജി കോൺസ്റ്റന്റ് ആയിട്ട് വെച്ച് നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലോട്ട് ഒരു ഹീറ്റ് വരുന്നുമില്ല, ആ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പോകുന്നില്ല. കാരണം എന്താ? ഹീറ്റ് എനർജി അവിടെ കോൺസ്റ്റന്റ് ആണ്. സെറ്റ് ആണോ? ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് പ്രോസസ് ആണ് സൈക്ലിക് പ്രോസസ്. ഓക്കെ, സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ മിസ് ഒരു പേപ്പർ നല്ലോണം ചുരുട്ടി കൂട്ടി എന്ന് വിചാരിക്കാം. ഈ ചുരുട്ടി കൂട്ടി ഇത് നിവർത്തിയിട്ടുണ്ടെങ്കിലും ആ പേപ്പർ എന്ത് ചെയ്യും? ആ പേപ്പറിന്റെ ഷേപ്പിലോട്ട് തന്നെ വരും അല്ലെ? ഇപ്പൊ ഇങ്ങനെ ഇരുന്ന ഒരു പേപ്പർ ഞാൻ ചുരുട്ടി കൂട്ടി ഞാൻ പിന്നെ നിവർത്തി കഴിഞ്ഞിട്ട് പിന്നെ അതെങ്ങനെ തന്നെ വന്നു? ആ ഷേപ്പിലോട്ട് തന്നെ വന്നില്ലേ അല്ലെ? ആ ഷേപ്പിലോട്ട് തന്നെ വന്നു. അപ്പോ സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്പിലൂടെ കടന്നു പോയാലും അത് എവിടേക്ക് തന്നെ എത്തിച്ചേരും? അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ എത്തിച്ചേരും. ഞാനിപ്പോ ഒരു പേപ്പറിന് ചിലപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി, അങ്ങനെ ഇങ്ങനെയൊക്കെ മടക്കിയിട്ടാണ് ഞാൻ ചുരുട്ടി കൂട്ടിയത്. എന്നിട്ട് പിന്നെ അതെന്തായി? അതിനെ പണ്ടത്തെ പോലെ ആക്കാനായിട്ട് പറ്റി. എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ അത് വന്നു അല്ലെ? അപ്പൊ ഒരു സിസ്റ്റം പല പല സ്റ്റേജസിലൂടെ കടന്നു പോയാലോ അതിനെന്ത് ചെയ്യാനായിട്ട് പറ്റൂടാ? അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ വരാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സൈക്ലിക് പ്രോസസ് എന്ന് പറയാം. എന്ത് പറയാ? സൈക്ലിക് പ്രോസസ് എന്ന് പറയാം. അപ്പൊ it is a process that takes place in a cyclic manner. ഒരു cyclic mannerലാണ് ആ പ്രോസസ് takes place ചെയ്യുക. Here the system undergoes series of changes and finally returns to its initial state. അല്ലെ? ഇവിടെ നോക്കിയാൽ നമ്മുടെ പേപ്പർ ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം. അത് പല പല സ്റ്റേജസിലൂടെ കടന്നുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? അത് റിട്ടേൺസ് ടു ഇറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിലോട്ട് തന്നെ എന്ത് ചെയ്തു? ആ പേപ്പർ വന്നു. ഓക്കെ, അപ്പൊ പല പല സ്റ്റേജസിലൂടെ പല പല സീരീസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ആ സിസ്റ്റം അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട്, അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സൈക്ലിക് പ്രോസസ് എന്ന് പറയുക. സെറ്റാണോ? സെറ്റാണോ? അപ്പൊ അത് സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് എൻതാൽപ്പി. എൻതാൽപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ വിച്ച് ഈസ് നൺ അതർ ദാൻ എച്ച് ആണ് എൻതാൽപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഓക്കെ, അപ്പൊ എൻതാൽപ്പി എന്ന് പറയുന്നത്, ഞാനിപ്പോ ഒരു സിസ്റ്റം എടുത്തു. ആ സിസ്റ്റത്തില്
ആ സിസ്റ്റത്തിലുള്ള ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, എന്താൽപി എന്ന് പറയാ. അത്രയേ ഉള്ളൂ. ഒരു കോൺസ്റ്റന്റ് പ്രഷറില് ഒരു സിസ്റ്റത്തില് എത്രത്തോളം ഹീറ്റ് കണ്ടന്റ് ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എന്താൽപി എന്ന് പറയാം. ഓക്കെ, ഒരു സിസ്റ്റത്തില് കോൺസ്റ്റന്റ് പ്രഷറില് എത്രത്തോളം ഹീറ്റ് കണ്ടന്റ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എന്താൽപി എന്ന് പറയാം. എന്ത് പറയാ, എന്താൽപി എന്ന് പറയുക. ഓക്കെ, അപ്പൊ ആലോചിക്കേ, ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. മലയാളം അറിയാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് എളുപ്പമായിട്ട് എഴുതാം അല്ലെ. ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഇറ്റ് ഈസ് നോൺ ആസ് എന്താൽപി. ഓക്കെ, ഇനി അതിന്റെ ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു H equal to U plus PV. H equal to U plus PV. Okay. അപ്പൊ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേറൊരു ഡെഫിനിഷൻ കിട്ടുമല്ലോ. എന്താ കിട്ടുക? U എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ എനർജി ആണ് അല്ലെ. P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ ആണ്. V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ആണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് എങ്ങനെ പറയാം? Enthalpy is the sum of internal energy and pressure volume energy of a system. അങ്ങനെ പറഞ്ഞൂടെ? എന്താൽപി എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ എനർജിയുടെയും പ്രഷർ വോളിയം എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുക, എന്താൽപി എന്ന് പറയുക. ആൻഡ് എന്താൽപി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. ഇനി ചേഞ്ച് ഇൻ എന്താൽപി ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് എഴുതി കൂടെ. ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ആണ്. അപ്പൊ ചേഞ്ച് ഇൻ എന്താൽപി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഇവിടെ പി എന്താ ഡെൽറ്റ എന്ന് എഴുതാത്തെ? ഇവിടെ കണ്ടില്ലേ, കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അപ്പൊ പി എന്താവുന്നില്ല, അവിടെ ചേഞ്ച് ആവുന്നില്ല. ബാക്കി എല്ലാവരും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ചേഞ്ചിന് എന്താൽപി എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ചേഞ്ചിന് എന്താൽപി എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഓക്കെ, അപ്പൊ എന്താൽപി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെയാണ് നമ്മൾ എന്താൽപി എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എന്താൽപി എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയുടെയും പ്രഷർ വോളിയം എനർജിയുടെയും സമ്മാണ്. ചേഞ്ച് ഇൻ എന്താൽപി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഓക്കെ, ക്ലിയർ? പ്രോബ്ലം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി. ഓക്കെ ഓക്കെ, അടുത്ത് നോക്കിയടാ, ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ ഒരു സബ്സ്റ്റൻസ് വളരെയധികം ഹീറ്റ് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ വലിച്ചെടുത്തിട്ട് ആ ഹീറ്റ് കണ്ടന്റ് 1 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് വേണം? ഒരു സിസ്റ്റത്തിലുള്ള ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് റിക്വയർഡ് ആണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഹീറ്റ് കപ്പാസിറ്റി, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സി. ഓക്കെ, ഒരു സിസ്റ്റം, ആ സിസ്റ്റം ഇങ്ങനെ ഹീറ്റ് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എനിക്ക് 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താന്നുണ്ടെങ്കിൽ എത്രത്തോളം ഹീറ്റ് അവിടെ ആവശ്യമാണ് എന്നതാണ് ആര്? നമ്മളുടെ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ നോക്കിയേ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ്. എത്രത്തോളം ഹീറ്റ് വേണം required to raise എത്ര ടെമ്പറേച്ചർ? the temperature of a substance by 1 degree Celsius. ഒരു സിസ്റ്റത്തിലെ ഹീറ്റ് 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് എനിക്ക് എത്രത്തോളം ഹീറ്റ് എമൗണ്ട് വേണം എന്നതാണ് നമ്മുടെ ആരെന്ന് പറയാ, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, which is denoted by the letter C. ഓക്കെ, 2 ഹീറ്റ് കപ്പാസിറ്റീസ് നമുക്ക് പഠിക്കാറുണ്ടടാ. ഒന്നാമത്തേതാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി, രണ്ടാമത്തേതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ സെയിം സാധനം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് എനിക്ക് എത്രത്തോളം ഹീറ്റ് വേണം എന്നാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. 1 മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് എനിക്ക് എത്രത്തോളം ഹീറ്റ് വേണം. കിട്ടിയ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 1 മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം ഹീറ്റ് കൊടുക്കണം, അതിനെയാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാ. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് നീഡഡ് ടു റേസ്, അതാണ് പഠിക്കുന്നത് കേട്ടോ. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് നീഡഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻടു 1 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ,
സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ സെയിം സാധനം തന്നെ, പക്ഷെ അവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവിടെ 1 gram ആണ്. 1 gram ഓഫ് സബ്സ്റ്റൻസസിന്റെ ഹീറ്റ് 1 degree Celsius ആയിട്ട് ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം ഹീറ്റ് കൊടുക്കണം? അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. കിട്ടിയ? അപ്പോ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സബ്സ്റ്റൻസസിന്റെ ടെമ്പറേച്ചർ എനിക്ക് 1 degree Celsius ആയിട്ട് ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം ഹീറ്റ് കൊടുക്കണം? അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുക. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആലോചിക്കുക. മോളാർ എന്ന് പറഞ്ഞാൽ 1 mol ആണ്. 1 mol ഓഫ് സബ്സ്റ്റൻസസിന്റെ ഹീറ്റ് 1 degree Celsius ആയിട്ട് ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം ഹീറ്റ് കൊടുക്കണം? ഓക്കെ. സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ 1 gram ഓഫ് സബ്സ്റ്റൻസസിന്റെ ഹീറ്റ് 1 degree Celsius ആയിട്ട് ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം ഹീറ്റ് കൊടുക്കണം? സെറ്റ് ആണോ? ഓക്കെ. ഇനി ഇത് രണ്ടെണ്ണോ വെരി ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് ഓഫ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. എന്നുണ്ട് ടൈപ്പ് ഓഫ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഒന്നുമില്ല, 2 ടൈപ്പ് ഉണ്ട്. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും. ഓക്കെ. അപ്പോ ഹീറ്റ് കപ്പാസിറ്റി ഒരു ഇക്വേഷൻ ഉണ്ടടാ, അതാണ് C equal to Q divided by delta T. ഓക്കെ. എന്താണ്? C equal to Q divided by delta T. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി, Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ്, അതേപോലെ തന്നെ T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടൈം. ഓക്കെ. അപ്പൊ ഡെൽറ്റ T എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടൈം ആയിരിക്കുള്ളൂ. ഓക്കെ. സെറ്റ് ആണോ? അപ്പൊ ഇതാണ് നമ്മളെ ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി ഒരു കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന ഹീറ്റ് കപ്പാസിറ്റി, കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ രണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. Cp ഉണ്ട്, Cv ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്ന് പറഞ്ഞാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതെന്ന് പറഞ്ഞാലോ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിനുള്ള ഇക്വേഷൻ ഒന്നുമില്ല. Qp നെയ്താ ഡെൽറ്റ T നെയ്താ. ഓക്കെ. അപ്പൊ ഇവിടെ Cv ആണെന്നുണ്ടെങ്കിൽ എന്ത് വരോടാ? Qv നെയ്താ ഡെൽറ്റ T നെയ്താ. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് C equal to Q divided by delta T ആണ്. 2 തരത്തിലുള്ള ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയവും. കോൺസ്റ്റന്റ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എങ്ങനെ പറയും? Cp എന്ന് പറയും. കോൺസ്റ്റന്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എങ്ങനെ പറയും? Cv എന്ന് പറയും. Cp equal to Qp divided by delta T ആണ് ഇക്വേഷൻ. Cv equal to Qv divided by delta T ആണ് ഇക്വേഷൻ. ഓക്കെ. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കുഴപ്പമില്ല. It is defined as the rate of change of internal energy with the temperature at constant volume. Okay. ഇനി അടുത്ത നോക്കിയേ, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ it is defined as the rate of change of internal energy with the temperature at a constant body അല്ല കേട്ടോ, പ്രഷർ ആണ് ഇവിടെ. ഒന്നുകൂടെ നോക്കിയാ, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റേണൽ എനർജി വിത്ത് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റേണൽ എനർജി. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റേണൽ എനർജി വിത്ത് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷർ. സെറ്റ് ആണോ? രണ്ടിന്റെ ഇക്വേഷൻ എന്താ? Cp equal to Qp divided by delta T ആണെന്നുണ്ടെങ്കിൽ Cv equal to Qv divided by delta T. സെറ്റ് ആണോ? സെറ്റ് ആണോ? അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആവശ്യത്തിനുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മക്കൾ എന്ത് ചെയ്യാ? ഈ നോട്ടൊക്കെ നല്ല വൃത്തിക്ക് എഴുതിയെടുക്കുക. ഇങ്ങനെ വൃത്തിക്ക് എഴുതിയ ശേഷം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന് കുറച്ച് ബേസ് ആണ്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഗിബ്സ് ഫ്രീ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി ഇങ്ങനെ കിടക്കാണ്, ഫുള്ളായിട്ട് കിടക്കാണ്. ഓക്കെ. കുറെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ ചാപ്റ്ററിന് നോട്ടൊക്കെ നല്ല വൃത്തിക്ക് അങ്ങോട്ട് എഴുതിയെടുക്കുക. വൃത്തിക്ക് എഴുതിയെടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കാം. ഓക്കെ. അപ്പോഴേക്കും മിസ് എന്ത് ചെയ്യാ? നമുക്ക് പ്ലസ് ടുത്തെ കാര്യവും പഠിക്കണമല്ലോ. അപ്പൊ നമുക്ക് ഇത് കുഞ്ഞായിട്ടല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാ വിഷയത്തിന്റെയും മേ ബി 3 ഇമ്പ്രൂവ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക് എല്ലാം പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് കുഞ്ഞായിട്ടല്ലേ പഠിക്കാൻ പറ്റുള്ളൂ, ഇച്ചിരി പഠിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ മക്കൾ എന്ത് ചെയ്യാ? ഇന്നത്തെ കാര്യങ്ങളൊക്കെ, ദാറ്റ് മീൻസ് ഈ വീഡിയോ ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ? അല്ലെ മക്കൾ നോട്ട് ചെയ്തെടുക്കുക, നല്ലോണം പഠിച്ചു തുടങ്ങാം ഇപ്പൊ തന്നെ. ഓക്കെ. നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ. അപ്പൊ ടാറ്റ, ബൈ ബൈ, സി യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.